14 പുസ്തകം എന്ന് പറയുമ്പോൾ എല്ലാവരും അത്രയും ആയോ എന്നൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വരും ഈ ചെറിയ കാലത്തിനുള്ളിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഓരോ പുസ്തകം എഴുതുമ്പോൾ ആലോചിക്കുന്നത് ഈ പുസ്തകം ഹിറ്റാവും, ഇതോടുകൂടി ഞാൻ കഴിച്ചലാവും. ഈ പുസ്തകത്തിലെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയവരാ ഈ പുസ്തകം വായിച്ച് പലരും അവിടെ ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രതിഷേധം കഥയിലൂടെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. നമുക്കൊരു കഥ എഴുതുമ്പോൾ അതിൽ എനിക്കുള്ള പ്രതിഷേധം പറയാൻ പറ്റും, ഈ സമൂഹത്തിനോട് നേരെയൊക്കെയുള്ള ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് എഴുതിയത്. ഒരു കന്യകയായ ഒരു പെണ്ണ് രതിയെ കുറിച്ചിട്ടോ സെക്സിനെ കുറിച്ചിട്ടോ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ മോശമാണ് എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ മാറി നമ്മളിപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പലതരം സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം അത് വന്നിരിക്കുന്ന അതിൻ്റെ അകത്ത് ലിറ്ററേച്ചറിനും ശരിയായ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചറും കൂടെ അതിൽ പങ്കു ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നോവലിനകത്ത് മണങ്ങളും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യരിലും മണമുണ്ട്, ഈ ബാഡ് സ്മെല്ലുകളുണ്ട്. നമുക്ക് ചിലർ വരുമ്പോൾ നമുക്ക് അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇയാൾ വരണ്ട, ഇന്ന ആളാ വരുന്നേ നമുക്കറിയാം, ഇയാൾ വരണ്ട എന്ന് തോന്നുന്നൊരു ഫീലുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ മണമുണ്ട്. ഇല എന്ന് കഥ പറയുന്ന കഥാപാത്രത്തിൻ്റെ വീട് ഇതിൻ്റെ അകത്തൊരു വലിയ കഥാപാത്രമാണ്. അത് അതിൻ്റെ അകത്ത് ഒട്ടും സെക്യൂർ അല്ല ആ വീട്. ഗാർഹിക അബ്യൂസിങ്ങിൻ്റെ കഥയൊക്കെ, അല്ലെങ്കിൽ ഇത്തരം അബ്യൂസിങ്ങിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഭയമാണ്. ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് എന്ത് സംഭവിക്കും, ഞാൻ കാരണം ഈ കുടുംബം ശിഥിലമാകുമല്ലോ, അപ്പം ഞാൻ ഇവിടുന്ന് പുറത്താവുമല്ലോ, എനിക്ക് വേറെ താമസിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ കാലാകാലം എന്നെക്കുറിച്ച് ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമല്ലോ. ഇങ്ങനെ അനേകം ഭയങ്ങളിലൂടെയാണ് ഓരോ പെൺകുട്ടികളും. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നൊരു കാര്യം എഴുതുക എന്നുള്ളതാണ്. ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നൊരു കാര്യം. അതിൻ്റെ അകത്തുനിന്നും എന്തെങ്കിലും ഞാൻ ഇപ്പം 14 പുസ്തകം എന്ന് പറയുമ്പോൾ എല്ലാവരും അത്രയും ആയോ എന്നൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ വരും ഈ ചെറിയ കാലത്തിനുള്ളിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഓരോ പുസ്തകം എഴുതുമ്പോൾ ആലോചിക്കുന്നത് ഈ പുസ്തകം ഹിറ്റാവും, ഇതോടുകൂടി ഞാൻ കഴിച്ചലാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറ ഇതോടുകൂടെ ഇതൊരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിച്ചു, ഇതോടുകൂടെ ഞാൻ കഴിച്ചിലായിരുന്നു. ഇന്നുവരെ എന്താ പറയുക, നീലസൂര്യൻ ഉദിച്ചിട്ടില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ നീലചന്ദ്രൻ ഉദിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതെന്തായാലും ആവട്ടെ. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എഴുതാനുള്ളൊരു സ്വാഭാവികമായിട്ട് എനിക്ക് സാഹിത്യം ഇഷ്ടമാണ്, അതിനോട് ആഗ്രഹമുണ്ട്. അതിനൊപ്പമുള്ളൊരു സാധനം ഇതും കൂടെ ഉണ്ട്. അതിനെ ഞാനത് പറയാതിരുന്നു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു കള്ളത്തരായിപ്പോയി. സത്യസന്ധമായിട്ട് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ആഗ്രഹം കൂടെ ഉണ്ട്, ഒരു ആശയുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ ഉണ്ട് പറയാൻ പറ്റും. അപ്പോൾ ആ പ്രതീക്ഷയുടെ പുറത്താണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ നോവലിലേക്ക് വരാനുള്ള, ഈ നോവൽ ഞാൻ എഴുതി, ഞാൻ പ്രതീക്ഷിച്ച അതിനേക്കാളും എനിക്ക് കുറേ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ആളുകളിലേക്ക് എത്തിയെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇത് വായിച്ച ആളുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റെസ്പോൺസുകൾ വളരെ വലുതാണ്. ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം കാണുന്ന, ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കാണുന്നൊരു മെയിലാണ്. ആ മെയിലിൽ ഒരു 55 വയസ്സുള്ളൊരു സ്ത്രീയാണ് പറയുന്നത്, എൻ്റെ 7 വയസ്സ് മുതൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ 55-ാം വയസ്സിൽ എന്നെ വേട്ടയാടുന്നു. ഈ പുസ്തകം വായിച്ചതിനെ കുറിച്ച് പറയുകയാണ്. എനിക്കൊരു പരിചയമില്ലാത്ത, എന്നെ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു മനുഷ്യനെങ്കിലും ഇത് തൊടുക, ഈ ഒരു പുസ്തകത്തിലെ കഥാപാത്രങ്ങളോ കഥാസന്ദർഭങ്ങളോ തൊടുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി അല്ലെങ്കിൽ സ്നേഹം എന്നതിനേക്കാളപ്പുറം ഈ ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിലൂടെ കടന്നു വന്ന കാര്യങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്, അവരെ അതിപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഗതി. അതൊരു അത്രയും 55 വയസ്സ് പ്രായമായിട്ടുള്ള ഒരാൾ പറയുന്നു. പിന്നെ കുറേ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ റിവ്യൂ ഇടുന്നുണ്ട്. റിവ്യൂ ഇടുന്നതിനൊപ്പം തന്നെ അവർ പേഴ്സണലി അവരുടെ ചില എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഷെയർ ചെയ്തത് അയാൾക്കുണ്ടായ അനുഭവമല്ല, അയാളൊരു ടീച്ചറാണ്. അതെവിടെയാണ് എന്തൊന്നും ഞാൻ പറയുന്നില്ല, അത് വ്യക്തിപരമായിട്ട് ബാധിക്കുന്നില്ല, പേരുകൾ പറയുന്നില്ല. പക്ഷേ അവരുടെ സ്കൂളിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, സ്വന്തം പിതാവ് മകളെ
സെക്ഷലി അബ്യൂസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ, ഞാനിതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചിൽ നിന്ന് ഒരു നമ്മളെന്താ പറയുക, ഒരു ആണിയെടുത്ത് കുത്തി വരഞ്ഞുന്നത് പോലെ എനിക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ടോ എന്നുള്ളത്. ഈ പുസ്തകത്തിലെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയവരാ ഈ പുസ്തകം വായിച്ച് പലരും അവരുടെ ഏതെങ്കിലും തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം നമുക്കറിയില്ല അതിനപ്പുറത്തേക്ക് എന്തൊക്കെയായിരിക്കും. ഇവിടെ പലതും സംഭവിക്കുന്നൊരു, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ വേറൊരാൾ പറഞ്ഞ, ഈ പുസ്തകം വായിച്ചിട്ട് വേറൊരാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിൽ എപ്പോഴും അച്ഛനാവട്ടെ അല്ലെങ്കിൽ സഹോദരന്മാരാവട്ടെ ആരുണ്ടാകുമ്പോഴും ഇയാൾക്കുള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇവരുടെ വളരെ ചെറിയ ലൈഫിലൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഇവരെല്ലായ്പ്പോഴും ഇവർ തനിച്ച് കിടക്കുമ്പോഴൊക്കെ വാതിലിന് കുറ്റിയിട്ടിട്ട് മാത്രമേ കിടക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. സംഭവം നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാവരും വീടിൻ്റെ വാതിൽ അടച്ചു കൂട്ടിയിട്ട് കിടക്കുന്ന ആളുകൾ, മുറിയിൽ കിടക്കുന്ന ആളുകൾ എന്നായിരിക്കും. പക്ഷേ സ്വന്തം സഹോദരനും അച്ഛനും ഒക്കെയുള്ള വീട്ടിൽ അവരുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം കൊണ്ടാണ് ഇവരെപ്പോഴും കുറ്റിയിടുന്നത്. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ കുറ്റി ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പിക്കും എന്നാണ് അവർ പറഞ്ഞു വെച്ചൊരു കാര്യം. ഇതൊക്കെ എനിക്കറിയാം, ഇതൊരു മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ പേര് വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ അവരെക്കുറിച്ച് തിരിച്ചറിയാവുന്ന യാതൊരു ഐഡൻറ്റിറ്റിയും പറയാത്തിടത്തോളം കാലം ഇത് ഒരു പൊതു സമൂഹം അറിയേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കുന്ന ഇനിയും ആളുകളുണ്ടാവും. അവർക്കൂടൊരു ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെപ്പോലെ പലരും അനുഭവിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് നേരിടാം എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോൾ വന്നേക്കാം. അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളിൽ നീറി നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊരു പക്ഷേ ഇതൊരു വെളിച്ചമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത്, ആ വേട്ടയാടിൽ നിന്ന് പുറത്ത് കിടന്ന് നല്ല ജീവിതം നയിക്കാൻ പറ്റുക എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് പറയുന്നതാണ്. ഞാനൊരാൾ വിചാരിച്ചാൽ ഈ നാട് നന്നാവുന്നില്ല. പക്ഷേ ചില പ്രതീക്ഷകളാണല്ലോ നമുക്ക് ഇത്തരം സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും മനുഷ്യനെ ജാതി കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ജാതി, നിറം, ഇതിൻ്റെ പേരിൽ നമ്മളെ പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു എല്ലാ കാലത്തും ഉണ്ട്. അത് ഈ കാലത്തും തുടർന്നു പോരുന്നു എന്നേ ഉള്ളൂ. അപ്പം ഈ പുസ്തകത്തിൽ ഞാനതിനെ വളരെ സൗണ്ട്ലി പറയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒരു ചെറിയ കൊണ്ടാണ് പറയുന്നത്. ഇതിൽ ഇല എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു സിറ്റുവേഷന് മഠത്തിൽ കഴിയുന്നതാണ്. അപ്പം അവളൊരു ദളിത് ക്രിസ്ത്യനാണ്. ഒരേ കുറ്റം ചെയ്യുമ്പോൾ ഇവൾക്ക് കിട്ടുന്ന ശിക്ഷയും മറ്റേ ഉയർന്ന ക്രിസ്ത്യന് കിട്ടുന്ന ശിക്ഷയും രണ്ടാണ്. ഇവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതിന് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താ വെച്ചാൽ, ഒരാളുടെ കയ്യിൽ വടി കൊണ്ട് അടിക്കുന്നു, മറ്റേ ആളുടെ പാവാട പൊന്തിച്ച് തുടയിലടിക്കുന്നു. ഈ ദളിതായിട്ടുള്ള പെൺകുട്ടീൻ്റെ പാവാട പൊന്തിച്ച് തുടയിലാണ് അടിക്കുന്നത്. അപ്പം അത് ഇയാൾ ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന ആളാണ്. അവിടെ ഈ രണ്ട് തരം നീതിയാണ്. നീതിയെ പോലും അല്ല, നീതിയിൽ പോലും നീതീകരണം ഇല്ലാതിരിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എല്ലാത്തിനോടും നമുക്കൊരു സമരം ചെയ്യാൻ തോന്നും. പക്ഷേ എനിക്കൊരു കൊടി പിടിച്ചിട്ടൊരു പോസ്റ്റ് ഓഫീസിൻ്റെ പോയി മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ പോയി മുന്നിൽ നിൽക്കാനോ കലക്ട്രേറ്റിന് മുന്നിൽ നിൽക്കേണ്ട ധൈര്യവും ആത്മവിശ്വാസവും എനിക്കില്ല. ഞാൻ ആ കാര്യത്തിൽ എന്താ പറയുക, അത്ര ധൈര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ എഴുതുന്നൊരു കഥയിലൂടെ ഇതൊക്കെ പറയാൻ പറ്റും. എനിക്ക് പറ്റാവുന്നൊരു കാര്യം ഇതാണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം എന്നൊക്കെ, സാമൂഹിക പ്രവർത്തനം എന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയാൻ ഒരാളല്ല. പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പ്രതിഷേധം കഥയിലൂടെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു കഥ എഴുതുമ്പോൾ അതിൽ എനിക്കുള്ള പ്രതിഷേധം പറയാൻ പറ്റും ഈ സമൂഹത്തിനോട് നേരെയൊക്കെയുള്ള. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് എഴുതിയത്. ഈ ഇൻസെസ്റ്റ് റിലേഷൻഷിപ്സിനെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് കാണിക്കാറില്ല പൊതുവെ. അപ്പം ആ ഒരു ആശയത്തിനെ എങ്ങനെയാണ് നോക്കിക്കണ്ട, അതിൻ്റെ ഒരു വെല്ലുവിളി എങ്ങനെയായിരുന്നു? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ പുതുക്കാനുള്ളൊരു ശ്രമങ്ങൾ നടത്താറുണ്ട്. ഞാൻ ആദ്യം ചിന്തിക്കുക എന്താ വെച്ചാൽ, ഞാൻ എഴുതി എന്നെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ ഒക്കെ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം വിജയിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വയം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ചുറ്റിലും നടക്കുന്ന സംഗതികളെക്കുറിച്ചിട്ടും ഒന്ന് നോക്കും. ഇവിടെ ഏതൊക്കെ തരം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ കിട്ടാവുന്നതൊക്കെ നോക്കും.
അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഞാൻ ഇൻസെക്ട്സ് ഞാൻ അതിന് മുമ്പ് വായിച്ചും ഈ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ. അങ്ങനെ നോക്കുമ്പം അങ്ങനെ മലയാളത്തിൽ അധികം അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുണ്ട്, പിന്നെ PF മാത്യൂസിൻ്റെ ചില പുസ്തകങ്ങളിലുണ്ട്, പ്രമോദ് രാമൻ്റെ കഥയിലുണ്ട്, അങ്ങനെ കുറച്ച് സംഗതികളുണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, ഒരു വളരെ പെരിഫയർ ആയിട്ടൊക്കെ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിൽ അത്ര ഊന്നിക്കൊണ്ട് പറയാത്ത, അത് കഥ എന്താ പറയുക, കഥയുടെ നട്ടെല്ലാവാത്ത തരത്തിലാണ് പോകുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ. ഇനി എൻ്റെ വായനയിൽ അല്ലാത്തത് ഉണ്ടാവും കേട്ടോ, ഞാൻ എൻ്റെ പരിമിതമായ വായനയിൽ വെച്ചിട്ട് പറയും. പക്ഷേ അതിനെ എങ്ങനെ ഇതിൻ്റെ ഒരു കഥയിലേക്ക് നട്ടെല്ലാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് പില്ലറാക്കി വെക്കാമെന്നുള്ള ആലോചനയാണ്. പക്ഷേ അത് എഴുതുമ്പോഴുള്ള വെല്ലുവിളി എന്താ വെച്ചാൽ, ഇതൊരു നൂലിലപ്പുറം പോയി കഴിഞ്ഞാൽ മുത്തിച്ചിപ്പി ലെവലായി പോകും. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. ഇതൊരു നൂല് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അശ്ലീലമായിട്ട് മാറും. അത് വായിക്കുന്ന ആളുകൾക്കൊരു അയ്യോ, ഒരു എന്താ പറയുക, നമുക്ക് നമ്മളുടെയൊക്കെ ഒരു സദാചാര ബോധത്തിൻ്റെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ, അയ്യോ ഇത് ഇയാൾ എന്ത് തേങ്ങ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊരു അങ്ങനത്തെ ഒരു സാധനം വരും. പക്ഷേ അതൊരു ജൈവികമായിട്ടും ജീവിത പരിസരങ്ങളോടും ചേർത്ത് എഴുതുമ്പോൾ ഈ അശ്ലീലത തോന്നില്ല. അത് നമുക്ക് അതിനോടൊരു ഇൻറ്റിമസിയാണ് തോന്നുക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നും ഈ ക്യാരക്ടറുമായിട്ട്. ഇമോഷണൽ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രത്തിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അത് അയാളോട് നമുക്കൊരു ദേഷ്യം തോന്നില്ല. മേ ബി ഇങ്ങനെ ഉണ്ടാവാം. അയാൾക്കൊരു ശരികളുണ്ട്. അയാളുടെ ആ പെൺകുട്ടിയുടേതായിട്ടുള്ള അന്നമ്മു എന്ന് പറയുന്ന ക്യാരക്ടറിന് അവൾക്ക് അവളുടേതായിട്ടുള്ള ശരികളുണ്ട്. ആ ശരികളെ വായനക്കാരനും കൂടെ ശരികളാണ്. അവളോടൊരു ദേഷ്യവും അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ആ കഥാപാത്രം. ഞാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടിട്ടാണ് ആ പോർഷൻ എഴുതിയത്. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്ന് കയ്യിൽ നിന്ന് ഒരു പോയിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ സാധനം വേറെയായി. അപ്പം അതിന് വേറെ വായനക്കാരുണ്ടാവുക. പക്ഷേ ഒരു ഇമോഷണലി ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ആ സാധനം മാറാതെ കിട്ടണം. അതിന് നമ്മൾ വാക്കുകൾ ഇങ്ങനെ അളന്ന് മുറിച്ചിട്ട് അതിനിങ്ങനെ പൊട്ടിപ്പോവാതെ കൊണ്ടെടുക്കേണ്ടുന്ന അത്ര എന്താ പറയുക, ഞാനെപ്പോഴും എഴുതുമ്പോൾ സങ്കല്പിക്കുന്നൊരു കാര്യം, ആ കഥാപാത്രത്തെ ഞാൻ സങ്കല്പിക്കും. ഇത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇവിടെ, ഇത് ഞാനാണ് ഈ ക്യാരക്ടറെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുക ഈ ഒരു സംഭവത്തെ എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു സാധനമാണത്. അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. എന്നാലത് വളരെ സൗണ്ട്ലി പറയുന്നില്ല. അവരുടെ ഒരു ഇതിൻ്റെ അകത്തൂടെയാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ആ ഒരു എന്താ പറയുക, അവൾ പറയുന്നൊരു സാധനം, എനിക്ക് പാപ്പനെ കെട്ടിപ്പിടിക്കാൻ തോന്നി എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഈ എൻ്റെ താഴോട്ട് നോക്കി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിലൂടെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ എന്നാൽ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, ഈ നൂല് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഈ എന്താ പറയുക, നമ്മൾ ഈ നരകത്തിലേക്ക് വീഴുക എന്ന് പറയുന്ന ഒരു സിറാത്ത് പാലത്തിൻ്റെ മുകളിൽ നടക്കുന്നത് പോലെയാണ്. അത് അപ്പുറം പോയി കഴിഞ്ഞാൽ നരകത്തിൽ വീണു പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഇത്രത്തോളം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്നും ഇത്രയും ഇറിറ്റേഷൻസ് ഉണ്ടാവുമ്പം അതിനെത്രയും ഭയാനകരമായിട്ട് അല്ലെങ്കിൽ അത്രയും അറപ്പുളവാക്കുന്ന രീതിയിൽ എഴുതാൻ മാത്രം ആരുടെയെങ്കിലും നേരിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഭാവനയിൽ നിന്നോ എടുത്തെഴുതിയതാണോ? കാരണം ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ഞാനൊരു സ്ത്രീയാണ്, അപ്പോൾ എനിക്കങ്ങനൊരു ഇറിറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അതിൻ്റെ പീക്ക് ഓഫ് ലെവലാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതാൻ എന്തെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടാണോ അതോ ഭാവനയിൽ നിന്ന് എടുത്തെഴുതിയതാണോ? ഈ കഥയെഴുത്തിൻ്റെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ്, എന്നാലും പറയാം. കോവിഡിൻ്റെ അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്നതിന് തൊട്ട് കുറച്ച് മുൻപൊക്കെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പോഴും സുഹൃത്തുണ്ട്. ഒരു പെൺകുട്ടിയാണ്. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും. പലപ്പോഴും അവളുടേതായ കാര്യങ്ങൾ പറയും. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടിരിക്കും. ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കും, സ്വന്തം കാര്യങ്ങൾ പറയും. ഇതൊക്കെ ഒരു സൗഹൃദത്തിൽ ഉണ്ടാവുന്ന എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവള് സംസാരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ കരഞ്ഞുകൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ഇമോഷണലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അവൾ വേറെ ഒരു എന്താ പറയുക, ഈ നമ്മൾ പറയില്ലേ ഇതിനൊരു തലയും വാലും ഇല്ലാത്ത വർത്താനം എന്നൊക്കെ പറയും, അതുപോലെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്. അപ്പം നമുക്ക് അപ്പോഴും മനസ്സിലാവുന്നുണ്ട് എന്താ പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കണ്ടേ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ, അവളുടെ ഫാമിലി എനിക്കറിയാം. അവളുടെ സഹോദരനൊരു എന്താ പറയുക, ബ്രദർ ഒരു ഇച്ചിരി ഭ്രാന്താണ്. ഇച്ചിരി നേരം മുഴുവൻ ഭ്രാന്താണ്.
ചില സമയങ്ങളിൽ അയാൾക്ക് ഭ്രാന്തലകേറ്റ് അയാൾ വീട്ടിലുള്ള ആളുകളെ ഉപദ്രവിക്കും, വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കും. ഇതൊക്കെയായിരുന്നു അയാളുടെ സ്ഥിരം പരിപാടി. പക്ഷെ ആ സമയത്ത് ഇയാൾക്ക് ഭ്രാന്തായിട്ടാണോ അല്ലാതല്ല, ഇയാൾ പോയിട്ട് ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട്, സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആൾക്കൊരു വല്ലാത്ത പെയിൻ ഉണ്ടാക്കി. പെയിനല്ല, ഇതിൽ എന്താ വെച്ചാൽ ഒന്ന് സഹോദരൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്, അപമാനമുണ്ട്. ഇതിൻ്റെ അകത്ത് വിഷമവും അപമാനമാണ് ഇതിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. തകർന്നു പോവുക എന്നൊക്കെ പറയുന്നില്ല, അത് ഏതൊരു സ്ത്രീ ആയാലും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തകർന്നു പോവുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പം അവർ ചിലപ്പോൾ ഒരുപക്ഷെ കുറേ ആലോചിച്ചിട്ടായിരിക്കും എന്നോടത് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഞാനും ഒരു പുരുഷനാണല്ലോ, ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടാവുക അവൾ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. എനിക്ക് ഒരു മറുപടി അതിൽ പറയാൻ പറ്റില്ല, കേൾക്കുക എന്ന് മാത്രമല്ലാതെ. അത് ഈ നോവലിൻ്റെ ഒരു എന്താ പറയുക വിത്ത് എന്ന് വേണമെങ്കിലൊക്കെ പറയാവുന്നൊരു സംഗതിയാണ്. പിന്നെ കുറേ വായനകൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരാൾ ഇതിനൊക്കെ എങ്ങനെയായിരിക്കും മറികടക്കുക എന്നുള്ളൊരു ആലോചനയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇത്തരം അനുഭവങ്ങളും കേട്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ വായിക്കുന്നുണ്ട്, ഈ തരത്തിലുള്ള പലതരം വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലോ നമ്മൾ എന്താ പറയുക, ഈ നാടുകൾ കഥകളുടെ ഒരു ശേഖരമാണ്. അപ്പം നമ്മൾ വാർത്തയിൽ അറിഞ്ഞതിനേക്കാളൊക്കെ കഥകൾ ഈ വോക്കലി നമ്മൾ കേൾക്കുന്ന കഥകളുണ്ട്, കൈമാറി കിട്ടുന്ന കഥകളുണ്ട്. അപ്പോൾ അത്തരം കഥകളിലും ഇത്തരം ജീവിതങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തു നിന്നാണ് ഞാനൊരു നോവലിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാണ് ഇത്. അപ്പം അതിൻ്റെ അകത്ത് അതിന് വേണ്ട ചില രഹസ്യക്കൂട്ടുകളൊക്കെ ചേർത്ത് അതിനൊരു നോവലാക്കി രൂപീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. വെസ്റ്റേൺ സിവിലൈസേഷനിലൊക്കെ ആദ്യം ഒരുപാട് വന്ന കാര്യമാണ് ഈ ഹോമോസെക്ഷൽ ആയാലും സെയിം സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ ആയാലും ഒക്കെ. പക്ഷേ ഇന്ന് പല രാജ്യങ്ങളും അതിൽ നിന്ന് തിരിച്ച് പിന്നെ റിഗ്രസീവായിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണിപ്പോൾ. അപ്പോൾ നമ്മളിത് പറയുന്നതിനനുസരിച്ച് നമ്മളുടെ തോട്ട് പ്രോസസ്സിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ഇനി ഇത്തരം കഥകൾക്കോ അല്ലെങ്കിൽ ഇത്തരം സംവാദങ്ങൾക്കോ അവസരമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്ന പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ദൈവവിശ്വാസത്തിൻ്റെ കൂടെ ഇതിനെപ്പോഴും ഇതൊരു എന്താ പറയുക, ദൈവത്തിൻ്റെ വിശ്വാസത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യമാണ് ഈ സെയിം സെക്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം ഇവിടെ ലോകത്ത് ദൈവവിശ്വാസികൾ കൂടിക്കൊണ്ടിരും. ദൈവവിശ്വാസി എന്നല്ല, അതിനൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഈ തീവ്ര നിലപാടുകൾ അല്ലെ തീവ്ര വിശ്വാസങ്ങളുള്ള ആളുകൾ, വിശ്വാസം എല്ലാവർക്കും നല്ലതാണ്, അതൊക്കെ വളരെ പേഴ്സണലാണ്. പക്ഷേ തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആളുകൾ കൂടിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചാൽ മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. കാര്യം നമ്മൾക്കിപ്പം ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് ഈ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ സെയിം സെക്സ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് ആലോചിച്ച് നോക്കുക, ഒരു 10-30 വർഷം മുൻപ് ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നിരുന്നിട്ട് അതിനൊരു പെൺകുട്ടി സെയിം സെക്സ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഇതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പഴയൊരു കഥയും കൂടെ പറയാം, മുഷിപ്പിക്കില്ല വിചാരിക്കുന്നു. ഈ നമ്മൾ മുച്ചിലോട്ട് ഭഗവതീൻ്റെ കഥ വായിക്കുന്നതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. മുച്ചിലോട്ട് ഭഗവതി ആവുന്ന ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ അകത്തുണ്ട്. അപ്പം അതൊരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. അവർ അന്ന് കാലത്ത് ഇങ്ങനെ സംവാദങ്ങൾ നടക്കുന്നു. അപ്പം അവർ പറയുകയാണ്, വേദനകളിൽ വെച്ച് ഏറ്റവും വേദന പ്രസവ വേദനയും, സുഖങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സുഖം കാമരസവുമാണെന്ന്, രസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് കാമരസവുമാണെന്ന് പറയുന്നുണ്ട് മുച്ചിലോട്ട് ഭഗവതി ആവുന്ന ആ പെൺകുട്ടി. അങ്ങനെ അവളെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്, അപമാനിക്കുകയാണ്. അപമാനിച്ചിട്ട് അവർ പെരിഞ്ചല്ലൂർ, അതായത് പഴയ കൂത്തുപറമ്പിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ കരിവള്ളൂരിൻ്റെ പഴയ പേരായ പെരിഞ്ചല്ലൂർ ചെന്നിട്ട് കരിവള്ളൂർ അപ്പനെ കാണുകയും അവിടുന്ന് ആത്മാഹുതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു മിത്താണ്. പക്ഷേ ആ മിത്ത് നമ്മൾ എവിടുന്നാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയായിരുന്നു. ഒരു കന്യകയായ ഒരു പെണ്ണ് രതിയെക്കുറിച്ചിട്ടോ സെക്സിനെ കുറിച്ചിട്ടോ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല. അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ മോശമാണ് എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ മാറി നമ്മളിപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പലതരം സെക്ഷൽ ഓറിയൻറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം അത് വന്നിരിക്കുന്ന അതിൻ്റെ അകത്ത് ലിറ്ററേച്ചറിനും ശരിയായ ഇടപെടലുണ്ട്, ലിറ്ററേച്ചറും കൂടെ അതിൽ പങ്കു ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
അപ്പം എന്തായാലും ഈ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്ക് ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കാണുന്നത്. ഈ കഥയിലെ രണ്ടുപേരുടെ അമ്മ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിൽ ഒരാൾ മകളെ വീട്ടിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരമ്മയാണ്, മറ്റേ ആളുടെ എടുക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും. അത് പക്ഷേ വേറെ ആരോടും ഷെയർ ചെയ്യുന്നില്ല, അച്ഛനോടും ആളുടെ ഭാര്യനോടൊന്നും ഷെയർ ചെയ്യുന്നില്ല. മറ്റേ ആൾ തൻ്റെ ചേട്ടൻ്റെയും ഇയാളുടെ പപ്പായുടെയും ഇത് ശീലം ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് രണ്ടമ്മമാരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ അമ്മമാരെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്, കഥയിലേക്ക് എങ്ങനെയാണ് ഈ അമ്മമാരെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു ചോദ്യം, അതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന് പേരുകളാണ്. ഇല, കിളി എന്നുള്ള പേരുകളിലേക്ക് എങ്ങനെയാണ് ഈ കഥയിൽ, അത് നമുക്ക് കഥ വായിച്ചു കഴിഞ്ഞാലും ആ പേരുകൾ നമ്മളെ മനസ്സിലിങ്ങനെ പോകും. കിളിയൊക്കെ വളരെ ചെറിയ സമയത്ത് മാത്രമേ കഥയിലുള്ളെങ്കിലും അത് പേരുകൾ അങ്ങനെ നിൽക്കുന്നതിൽ അതെങ്ങനെയാണ് ആ പേരുകൾ തിരഞ്ഞെടുത്തതെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളിൽ എപ്പോഴും, ഇന്നലെ എനിക്കൊരു ഈ പുസ്തകം വായിച്ചൊരു സൈക്കോളജി പ്രൊഫസർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഒരു സൈക്കോളജി പ്രൊഫസറാണ്, ഒരു തൃശ്ശൂർ ഒരു കോളേജിലൊരു പ്രൊഫസറാണ്. അപ്പം അവർ എൻ്റെ അടുത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പുരുഷൻ എങ്ങനെ ഈ സ്ത്രീയുടെ അനുഭവങ്ങൾ എഴുതുന്നു എന്നുള്ളത് അതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. സാധാരണഗതിയിൽ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മെയിൽ മസ്കുലാനിറ്റി കാണും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതാണ്. അപ്പം എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിതിങ്ങനെ എഴുതാൻ പറ്റിയത് നിങ്ങളുടെ നല്ല മദർ ആയതുകൊണ്ട്, നല്ല ഉമ്മ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ഉമ്മാനെ ഒന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ തോന്നി. പക്ഷേ എൻ്റെ സ്വഭാവം കൊണ്ട്, ഉമ്മാൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഉത്തരം ഇതാണ്. നമ്മൾ കാണുന്ന അമ്മമാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ, രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന്, അവർ ഈ ഭയം കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഭയം സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അരുതുകൾ മാത്രം, അയ്യോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറയുന്നില്ല, ചെയ്യരുത്, ഡോണ്ട് ഡു, അത് എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും അയ്യോ അയാൾ എന്ത് വിചാരിക്കും. പലപ്പോഴും നമ്മളുടെ വീടുകൾക്കുള്ളിലൊക്കെ നടക്കുന്ന ഇത്തരം എന്താ പറയുക, ഗാർഹിക അബ്യൂസിങ്ങിൻ്റെ അകത്തൊക്കെ, അല്ലെങ്കിൽ ഇത്തരം അബ്യൂസിങ്ങിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഭയമാണ്. ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് എന്ത് സംഭവിക്കും, ഞാൻ കാരണം ഈ കുടുംബം ശിഥിലമാകുമല്ലോ, അപ്പം ഞാൻ ഇവിടെ നിന്ന് പുറത്താവുമല്ലോ, എനിക്ക് വേറെ താമസിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ കാലാകാലം എന്നെക്കുറിച്ച് ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പറയുമല്ലോ. ഇങ്ങനെ അനേകം ഭയങ്ങളിലൂടെയാണ് ഓരോ പെൺകുട്ടികളും കടന്നു പോകുന്നത്. ആൺകുട്ടികളെക്കാളും കൂടുതൽ എന്താ പറയുക, അതിഭീകരമായിട്ടുള്ള ഓരോ മൊമെൻറ്റിലും ഓരോ നിമിഷത്തിലും എന്തെങ്കിലും ഒരു ഭയത്തിൻ്റെ പുറത്താണ് ഓരോ പെൺകുട്ടികളും ജീവിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവരൊരു കാലത്ത് പെൺകുട്ടികളായിരുന്നുവല്ലോ. അവരുടെ അമ്മമാരിൽ നിന്നാണ് ഇത് പഠിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു കൈമാറ്റമുണ്ട്. നമ്മളമ്മ എങ്ങനെയാണോ അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്നാണ് മനുഷ്യരുടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ അച്ഛനും അമ്മ ഈ ദ്വന്ദ്ങ്ങളിൽ നിന്നാണ് കുട്ടികളുടെ ഒരു ക്യാരക്ടർ പിന്നെ ഡെവലപ്പായിട്ട് വരുന്നതാണ് ചിന്ത എൻ്റെ. അപ്പോൾ അങ്ങനെ ഡെവലപ്പായിട്ട് വന്നൊരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഒരു ക്യാരക്ടർ, ആ സ്ത്രീ കുറച്ചുകൂടി, ആ സ്ത്രീയുടെ അമ്മ പിന്നെ ആ സ്ത്രീയുടെ കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു അമ്മ ക്യാരക്ടർ ഉണ്ട്. അത് കുറേ കൂടെ പവർഫുള്ളാണ്. അവിടുത്തെ അയാളെ ചവിട്ടിയിട്ടിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പം അവരത് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. മനസ്സിലായോ? ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പേരുകൾ എന്താ വെച്ചാൽ, എനിക്ക് എപ്പോഴും ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള പേരുകൾ ഇടാൻ ഇഷ്ടമാണ്. കഥാപാത്രങ്ങളുടെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കഥാപാത്രങ്ങളുടെ ഒരു പേരിലൂടെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിരിക്കാം. നമ്മൾ ഒരു വായിക്കുന്ന ഒരാൾക്ക് അതൊന്ന് ഉറച്ചു നിൽക്കാൻ ആ സാധനം ഒരു ഗമ്മിൻ്റെ ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പേരുകളെ നമ്മൾ കിളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓഫീസുകളിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിലൊക്കെ രഹസ്യമായിട്ട് പേരുകളുണ്ടാവും മിക്ക ആളുകൾക്കും. അത് അവർക്ക് മാത്രം അറിയാവുന്നതാണ്. അത് ചിലപ്പം പരസ്പരം അഭിസംബോധന ചെയ്യും. ചിലപ്പം എന്താ പറയുക, 3 പേരുണ്ടാവുമ്പം 2 പേരും ഇവരെ ഇങ്ങനെയായിരിക്കും മൂന്നാമനെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു പേരിലായിരിക്കും. അപ്പം ഇങ്ങനെ എന്താ പറയുക, ചില ഇരട്ടപ്പേരുകളിലൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെ പലയിടത്തും അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടാവുക. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സിമ്പിൾ പേരായിരിക്കണം. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് അയാളുടെ ഒരു ക്രൂരതയില്ലാത്തൊരു മനുഷ്യനായിട്ട് തോന്നണം.
ഇപ്പോൾ കിളിന്ന് ഒരാളെ വിളിക്കാന്നാൽ അയാൾ വെരി സിമ്പിൾ ആയിരിക്കുമല്ലോ. ഒരു കിളിന്ന് നമ്മളൊരാളെ ഇപ്പോൾ എന്താ പേര് ചോദിക്കുമ്പോൾ ആ കിളി നമുക്കൊരു എന്താ പറയുക ഒരു ബ്ലോസമിങ് ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും നമ്മളെ മുഖത്തെ. പക്ഷെ അയാളിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണുള്ളത്. ഇയാൾ ഈ സാധനം ചെയ്യുക എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ഉദ്ദേശിച്ചൊരു കാര്യം. ഞാൻ എല്ലാ പുസ്തകത്തിലും ഇങ്ങനെ ഈ പേരുകളിൽ ഇങ്ങനെ ഒരു സൂക്ഷ്മത പുലർത്താറുണ്ട്. പിന്നെ ഇലാന്ന് വിളിക്കുന്നത്, ഇപ്പോൾ എലീന എന്ന് പറയുന്ന ഒരു കോമൺ പേരാണ്. പക്ഷേ എലീന എന്ന് പറയുമ്പോൾ നമുക്ക് എലീന ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു 2-3 ആവർത്തി വായിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും, ഒരു ചെടിപ്പ് വരും. നേരത്തെ ചിലാന്ന് ഞാൻ ആ പുസ്തകത്തിൽ ഒരു 100 പ്രാവശ്യം എഴുതി വെച്ചാൽ ആർക്കും മടുപ്പ് വരില്ല. അത് നമുക്കൊരു ഒരു സിംപ്ലിസിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അതിനോട് നമുക്ക് എന്തോ ഒരു അടുപ്പുണ്ട്. ഈ ഇല എന്ന് പറയുന്ന ആ ഇമേജിനോട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഓർമ്മകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇമേജുകളുമായിട്ടാണെന്ന് ഞാൻ തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇല എന്നൊരു പേര് കേൾക്കുമ്പോൾ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കും, ഒരു രൂപം ഉണ്ടാക്കും ആ പെൺകുട്ടിക്ക്. അത് വളരെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമുക്കൊരു സ്നേഹം തോന്നുന്ന രൂപമായിരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേരുകൾ ഇട്ടത്. ഇല്ല എന്ന് പറഞ്ഞ കഥാപാത്രത്തെയും അന്നമ്മ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയും കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ചുറ്റുപാട്, അവരുടെ വീട്, പരിസരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം തന്നെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ സ്പേസ് ആസ് ഇമോഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഇപ്പോൾ അത് ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ പ്രതിനിധീകരിച്ച് കൊണ്ടെഴുതുന്ന ആ ഒരു സങ്കല്പമാണല്ലോ ഈ സ്പേസ് ആസ് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്? അല്ല, അതിലൊരു പ്ലാൻ ഉണ്ട്. നമ്മളിപ്പം ഇല എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വീട് ഇതിൻ്റെ അകത്തൊരു വലിയ കഥാപാത്രമാണ്. എനിക്ക് എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ വീട് വലിയൊരു കഥാപാത്രമാണ്. അത് അതിൻ്റെ അകത്ത് ഒട്ടും സെക്യൂർ അല്ല ആ വീട്. നമ്മൾ ആലോചിച്ച് നോക്കി, പഴയ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ നാട്ടിൽ ഈ ബീച്ച് സൈഡിലുണ്ടായിരുന്നു ഈ കടലിൽ പോകുന്ന ആളുകളുടെ വീടുകൾ, പഴയ വീടുകൾ എന്താ വെച്ചാൽ ലക്ഷം വീട് കോളനി എന്ന് പറയും. അപ്പോൾ ഈ വീട് വെച്ചാൽ 2 വീടുകളാണ്, ഒരു മതിലിനപ്പുറമാണ് അടുത്ത വീടുള്ളത്. അപ്പം ഇതൊരു ആസ്ബറ്റോസ് ഷീറ്റാണ് അന്നത്തെ കാലത്ത് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നിന്ന് പറയുന്ന കാര്യം മുഴുവൻ അപ്പുറം കേൾക്കുകയാണ്, സ്വകാര്യതകളില്ലാതാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമുക്കൊക്കെ എന്തുണ്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സ്വകാര്യത എന്ന് പറഞ്ഞൊരു സാധനം വെച്ചാൽ, നമ്മൾ ഈ സ്വകാര്യത എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കരുതുന്നത് വെച്ചാൽ ഒരു വസ്ത്രം മാറുന്നതോ അല്ലെങ്കിൽ നമ്മളൊന്നും ഇടാതെ കിടക്കുന്നതോ ഒന്നും അല്ല സ്വകാര്യത. അതിനപ്പുറത്തേക്ക് ഒന്ന് വെറുതെ ഇരുന്ന് കരയാൻ പറ്റുമോ? ഒറ്റ മുറി വീട് ആലോചിക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് അതിനോട് ചേർന്ന് അടുക്കളയുണ്ട്. ഈ നമ്മളിവിടുന്ന് ഒന്ന് ശ്വാസം ഉറക്കെ എടുത്താൽ അപ്പുറത്ത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് കരയാൻ പറ്റുമോ? കരയിൽ നമ്മുടെ സ്വകാര്യതയല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ഉറക്കെ ചിരിക്കാൻ പറ്റുമോ? ഈ ചിരിക്കൽ നമ്മുടെ സ്വകാര്യതയാണ്. ഈ പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഫോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ സുഹൃത്തിനോടോ കാമുകനോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടാവട്ടെ ഒരു ഫോൺ ചെയ്യാൻ പറ്റുമോ? ഫോൺ ചെയ്യുമ്പം അപ്പുറത്തൊരാൾ കേൾക്കുന്നു. ഈ ഒരു ബോധം നമ്മളെ ഭയപ്പെടുത്തുന്നൊരു സാധനമല്ലേ. ഭയപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറം എന്താ പറയുക, നമുക്കൊരു ഷെയിം ഉണ്ടാക്കുന്നില്ലേ, ഒരു ഷെയിം. അയ്യോ അയാൾ കേൾക്കില്ല, അയാൾ എന്ത് വിചാരിക്കും. അപ്പോൾ അപ്പോഴെപ്പോഴും നമ്മളെന്തോരം ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട അവിടെ. അതായത് നമ്മളൊരു സങ്കടം പറയാനൊരു സുഹൃത്തിനെ വിളിക്കാൻ വിചാരിക്കുക. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ മുരടനക്കുന്ന കേൾക്കുമ്പോൾ നമ്മളവിടെ പോസ് ചെയ്തിട്ട് പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചിന്ത എന്താ, അയ്യോ ഇത് ഞാൻ പറയുമ്പോൾ അയാളൂടെ കേൾക്കും, അയാൾ കേട്ടാൽ അത് എനിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇതാണ് ഈ സ്പേസിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ആ സ്പേസ് ഇമോഷൻസിന് അതങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അന്നമ്മയുടെ ക്യാരക്ടറിലേക്ക് വരുമ്പം പാപ്പൻ്റെ വീടുണ്ട്. ആ വീടൊരു ഒറ്റമുറി വീടാണ്. അയാളുടെ പണിയായുധങ്ങൾ, അയാളുടെ കട്ടിൽ, കിടക്ക, നോവലിനകത്ത് മണങ്ങളും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യരിലും മണമുണ്ട്. ഈ ബാഡ് സ്മെല്ലുകളുണ്ട്. നമുക്ക് ചിലർ വരുമ്പോൾ നമുക്ക് അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇയാൾ വരണ്ട, ഇന്ന ആളാ വരുന്നത് നമുക്കറിയാം, ഇയാൾ വരണ്ട എന്ന് തോന്നുന്നൊരു ഫീലുണ്ട്. അപ്പോൾ സ്നേഹത്തിൽ മണമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ വളരെ കരുതിക്കൂട്ടി ഉപയോഗിച്ചത് തന്നെയാണ്. ആ ഒരു സ്പേസിനെ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്കത് വേറെ എവിടെ വേണമെങ്കിലും ഈ കഥ പ്രതിഷ്ഠിക്കാം. പക്ഷേ ഈ കഥയുടെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ കുറച്ചുകൂടെ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഈ ഒരു വീടായിരിക്കണം. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു 1,00,000 വീട് കോളനി, ആ വീട് ശരിക്കും ഒന്ന് ആലോചിക്കണം. 1,00,000 വീട് കോളനിയാണോ? ഇപ്പുറത്തുനിന്ന് ഒന്ന് മിണ്ടിയെ കഴിഞ്ഞാൽ അപ്പുറത്ത് കേൾക്കും. അതിനപ്പുറത്തേക്ക് അവിടെ നിന്നാണ് ഇയാൾ എത്തി നോക്കുന്നതും ഇയാളുടെ ഉപദ്രവങ്ങളുടെ ഒക്കെ തുടക്കം അവിടെ നിന്നാണല്ലോ. ആ സ്പേസിനും നമുക്കൊക്കെ ചില മുറികളോട് നമ്മുടെ ചില സാധനങ്ങളോട് നമുക്ക് എപ്പോഴും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ നമ്മളൊരു മുറി, ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു ഹോട്ടൽ, ചിലപ്പോൾ ആ ഹോട്ടലിൽ ഒരു മൂലയിലുള്ള ആ കസേര,
ആ കസേര കിട്ടാത്താവുമ്പോൾ അസ്വസ്ഥതാവുന്ന ആൾക്കാരാണ് നമ്മൾ സ്ഥിരം പോയിരിക്കുന്ന ഒരു കസേര നമുക്ക് കിട്ടാതാവുമ്പോൾ അസ്വസ്ഥരാകുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് ഒരു സ്വകാര്യതയില്ലാതെ ഉറക്കെ സംസാരിക്കാൻ പറ്റാത്ത, കരയാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ച് നോക്കി. അത് എത്ര ഇമോഷണലി ഡാമേജ് ചെയ്യും.